ഇതൊരു വീഡിയോക്ക് താഴെ വന്നൊരു കമൻ്റ് ആട്ടോ. ഒന്ന് പാടാ മാമ ചാനൽ, ഇവിടെ നല്ല രീതിയിൽ ഡാമുകളിൽ നിന്നും പുഴയിൽ നിന്നും മണ്ണും ചെളിയും വാരി മാറ്റിയാൽ പ്രളയം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. പിന്നെ എക്സ്പ്രസീവ് ചെയ്ത് എടുക്കുന്ന പാറയുടെ, അതായത് നമ്മൾ എംസാൻഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, അത് 5% താഴെ മതി. ഉരുൾപൊട്ടലും കുറയും. അല്ലാതെ ക്രഷർ ലോബികളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി കവലപ്രസംഗം നടത്തരുത്. മണൽ സുലഭമായി നാട്ടിൽ വിട്ടാൽ എംസാൻഡും പീസാൻഡും തോട്ടിൽ കളയേണ്ടി വരും. ഈ ഒരു മനോരമ ചാനൽ വന്നൊരു കമൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് എത്രത്തോളം ശരിയാണ് ഇത് പറയുന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്തോ ഒരു യുക്തി തോന്നി. ഹായ്, നമ്മളിലെ പല ആളുകളും ശ്രദ്ധിക്കാതെ പോയൊരു നിയമം കേട്ടോ, പലരും മറന്നുപോയൊരു നിയമം. ഒരു കാലത്ത് മണൽ വാരൽ എന്ന് പറയുന്നൊരു ജോലിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് മണൽ വാരിയിട്ടുണ്ട് കേട്ടോ. സ്കൂൾ പഠിക്കുന്ന പ്രായം മൊത്തമൊക്കെ നമുക്കൊരു പോക്കറ്റ് മണിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു, സോഴ്സ് ആയിരുന്നു ഈ മണൽ വാരല്. നമ്മൾ അന്ന് ഒരു ഗുഡിസ് മണലെന്ന് പറയുന്നത് നല്ല പഞ്ചാര മണൽ കേട്ടോ. ആ മണൽ ഒരു ഗുഡിസിന് 100-120 രൂപയാണ് കിട്ടുക. 2 ദിവസം പണിയെടുക്കാം കേട്ടോ. നമ്മളെ പ്രായത്തിനനുസരിച്ച് 2 ദിവസം പണിയെടുത്താലാണ് അത്രയും കിട്ടിയിരുന്നത്. പിന്നെ ട്രാക്ടറിൽ 1200 രൂപക്ക് നമ്മൾ മണൽ കോരി കൊടുക്കായിരുന്നു. അന്ന് ഈ നിയമം ഇല്ല കേട്ടോ, മണൽ കോരായിരുന്നു. അതിനുശേഷമാണ് ഈ നിയമം വന്ന് പോലീസുകാരൊക്കെ പിടിക്കാൻ തുടങ്ങി, വണ്ടി പിടിക്കാനൊക്കെ തുടങ്ങിയത് അതിനുശേഷം പിന്നെ ഞാൻ പറയാൻ വരുന്ന പോയിന്റിലേക്ക് വരാം കേട്ടോ. അതിനുശേഷം പട്ടാമ്പിയിൽ നിന്ന് മണൽ വരാൻ തുടങ്ങി. പട്ടാമ്പി മണൽ നല്ല മണലായിരുന്നു. 10,000 രൂപ പാസ്, ഒരു സിംഗിൾ പാസിൽ 2-3 ലോഡൊക്കെ രാത്രി അടിച്ചിരുന്നു. അതൊക്കെ വേറെ കാര്യം. അങ്ങനെ വന്നിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെയൊക്കെ വീട് നോക്കുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണത്, എംസാൻഡ് വെച്ചിട്ട്. അപ്പോൾ ഈ എംസാൻഡിന് ഇത്രയും പ്രത്യേകത എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഈ എംസാൻഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ റോഡ് പണിയായാലും നമ്മൾ ബിൽഡിംഗ് പണിയായാലും വീട് പണിയായാലും എല്ലാം നടക്കുന്നത് എംസാൻഡ് കൊണ്ടാണ്. ഇപ്പോൾ മണലില്ല. മണലൊക്കെ വളരെ പുഴയുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ബ്ലാക്കിലൊക്കെ മണൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇല്ലീഗലാണ്, പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ എംസാൻഡിൽ വാർത്ത് കഴിഞ്ഞിട്ട് 1, 2, 3 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ട്രസ് റൂഫ് ഒരു കുട വീടിൻ്റെ മേലെ വലിയൊരു കുടയും വെച്ച് കൊടുക്കും. എന്നിട്ട് ആ വീടിനെ സേഫ് ആക്കും. അതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 10-15 കൊല്ലമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ വേണ്ട മറ്റൊരു കാരണം എന്താ പറയുക, എൻ്റെ നാട്ടിൽ കഴിഞ്ഞ പ്രളയത്തിൽ നല്ല വെള്ളം കയറി കേട്ടോ. ഒരു വീടിൻ്റെ പകുതി ഭാഗം വെള്ളം കയറി. പുഴൻ്റെ അടുത്തുള്ളൊരു വീടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ടൗണിലാട്ടോ, മണ്ണക്കട പോകുമ്പോൾ ആ ഒരു ഭാഗം കാണിക്കാം, നോക്കട്ടെ. സമയം 5 മണി. അത് ഞാനിപ്പോൾ ഇടാം, ആ വീഡിയോ ഇടാം. അപ്പോൾ അവിടെ ഒരു മഴക്കാലത്ത് മുമ്പ്, ഒരു 3 മാസം മുമ്പേ ഒരു JCB 3-4 ടിപ്പറൊക്കെ ഇറങ്ങിയിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ, ആ ഭാഗത്തുള്ള വെള്ളം കുറവായിരുന്നു. ആ വെള്ളം കുറവുള്ള ഭാഗത്തുനിന്ന്, വെള്ളം കുറവുള്ള സമയത്ത് ആ മണലും കാര്യങ്ങളൊക്കെ കരയത്ത് ഇങ്ങനെ കോരി കൊടുത്തിട്ട് അവിടെ വെള്ളത്തിന് പോകാൻ മാത്രമായിട്ട് ഒരുപാട് സൗകര്യം ഒരുക്കി. ഇന്ന് ഇപ്പോൾ പാലക്കാട് നല്ല മഴയാണ്, അതുപോലെ നല്ല വെള്ളം, എല്ലാ പുഴകളും കര കവിഞ്ഞു പോവുകയാണ്. പക്ഷേ ഈ ഭാഗത്ത് കര കവിഞ്ഞില്ല, നല്ല സേഫായിട്ട് വെള്ളം പോകുന്നുണ്ട്. ആ വീടുകളും കാര്യങ്ങളൊക്കെ സേഫാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. ആ മരം നിൽക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മണൽ കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് ആ വെള്ളം കണ്ടോ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ കയറി നിൽക്കണുണ്ടോ. ഇനി ഞാൻ വേറൊരു ഭാഗം കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഈ റോഡിൻ്റെ ഇപ്പുറത്തുള്ള ഈ പാടം, അപ്പുറത്തുള്ള ആ വീടിൻ്റെ ഭാഗം മാത്രമല്ല, ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അന്ന് വെള്ളം പോയിരുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ കണ്ട പാടത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല കേട്ടോ. കണ്ടോ, ഇവിടെ യാതൊരു പ്രശ്നമല്ല. അപ്പോൾ അത് ആ മണൽ അവിടുന്ന് കോരികൊണ്ടുള്ളൊരു ഗുണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറയുക, വീണ്ടും നമ്മൾ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ മതി കേട്ടോ. പഞ്ചായത്തിൻ്റെ അണ്ടറിൽ നമ്മളുടെ ഒരു ആഗ്രഹമാണ് ഒരു ലോഡ് മണൽ, ഒരു വീട് വാർക്കാൻ ആവശ്യമായ എത്ര മണലാണോ അതൊരു വില്ലേജ് ഓഫീസറോ മറ്റോ സാക്ഷ്യപ്പെടുത്തി ഒരു ലോഡ് ഇവർക്ക് വീട് വാർക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പ്രളയത്തിൽ നിന്ന് ഒരു പരിധി വരെ 10% മതിയല്ലോ. 10% നമുക്ക് ആക്കം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പുഴയുടെ എത്രയാണോ വെള്ളം അതിൻ്റെ കൂടുതൽ 10% കൂടി പുഴക്ക് വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രളയത്തിൽ വലിയ മാറ്റം വരും. കൂടാതെ നമ്മൾ വീടിന് നല്ല സ്ട്രോങ് ആയില്ലേ. എൻ്റെ പഴയ വീട് കേട്ടോ, നമ്മൾ ആദ്യമൊക്കെ ആ വീട്ടിൽ നിന്നല്ലേ വീട് ചെയ്തിരുന്നത്. പഴയ വീട് വാർത്തിട്ടൊരു 15 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. യാതൊരു പ്രശ്നമില്ല കേട്ടോ, ഇതുവരെയും പ്രശ്നമില്ല. ട്രസ് റൂഫില്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ മേലെ മട്ടി പോലും ഇട്ടിട്ടില്ല, വാട്ടർ പ്രൂഫ് ചെയ്തിട്ടില്ല. നിങ്ങൾ അവസ്ഥ ആലോചിച്ചൊക്കെ ഉണ്ടോ, പഴയ വീട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടില്ല, അതുപോലെ മട്ടി ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ പുതിയ വീട് പണി കഴിഞ്ഞ ഒരു സൈഡ് ചരിച്ചിട്ട് മട്ടിയിട്ട് അതിൻ്റെ മേലെ വാട്ടർ പ്രൂഫും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. 15 കൊല്ലമായിട്ട് വാർത്ത ആ വീട്ടിൽ ഇതുവരെ യാതൊരു ചോർച്ചയില്ല. അപ്പോൾ ഇതൊക്കെ വലിയൊരു ഫാക്റ്റാണ് കേട്ടോ. അപ്പോൾ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ ഒക്കെ അണ്ടറിൽ ഒരു വീട് വാർക്കാൻ വേണ്ടി ഒരു ലോഡ് നല്ലൊരു മണൽ, നല്ല പട്ടാമ്പി മണലോ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നിന്നുള്ള പുഴയുടെ മണലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2 ഗുണമായിട്ടുള്ളത് അല്ലേ.
അപ്പോൾ ഇത് മണലെടുത്തതിന് എന്താണ് പ്രശ്നം എന്നുള്ളതൊന്നും എനിക്ക് ഇതുവരെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയോ, വല്ല പ്രകൃതി സ്നേഹികൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ. അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.